ത്തിൻ്റെ വില അറിയണമെങ്കിൽ ആശുപത്രി കിടക്കകളിൽ കിടക്കുന്ന മനുഷ്യരെ പോയി കാണണം. അള്ളാഹുവേ, എനിക്ക് നൽകിയ മുസീബത്ത് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇതിലേറെ ആയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് അൽഹംദുലില്ല പറയുന്നു എന്ന് ശുറൈഹുൽ ഖാദി രണ്ടാമത്തേത്. വഅഹ്മദുഹു വഅഹ്മിദുഹു ഇദ് റസഖനി الصبر عليها والاحتساب. പടച്ചവനേ, ഒരു മുസീബത്തോ ഒരു പ്രയാസമോ വരുമ്പോൾ അത് ക്ഷമിക്കാനും ക്ഷമ കാരണം പ്രതിഫലം കിട്ടുമെന്ന് എനിക്കറിയുമല്ലോ. ആ അറിവും റബ്ബേ നീ എനിക്ക് തന്നുവല്ലോ, ക്ഷമ നൽകിയല്ലോ റബ്ബേ, അൽഹംദുലില്ലാ. ക്ഷമിക്കാൻ കഴിയാത്തവർ എത്രയുണ്ട്. ആത്മഹത്യകളിൽ അഭയം തേടുന്നവർ, ജീവിതം ഒടുക്കിക്കളയുന്നവർ. പടച്ചവനെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. വഅഹ്മിദുഹു ഇദ് വഫഖനി ലിൽ ഇസ്തിർജാഇ. പടച്ചവനെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലാൻ നീ എന്നെ ഓർമ്മിപ്പിച്ചുവല്ലോ റബ്ബേ, അതിനും ഒരു അൽഹംദുലില്ലാ. ഏതൊരു മുസീബത്ത് വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മരണം ആവണം എന്ന് നിർബന്ധമില്ല. റോഡിലൂടെ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ആയത് കാണുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ ഓർക്കാൻ ഓർമ്മ വരുന്നു, അതിനൊരു ശുക്ർ റബ്ബേ. നാലാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം, അല്ലാഹുവേ ഇദ്ലം യജ്അൽഹാ ഫീ ദീനി. രോഗിയാണെങ്കിലും എനിക്ക് നിന്നെ ഓർമ്മയുണ്ട് റബ്ബേ. ഞാൻ നിന്നെ മറന്നു ജീവിക്കുകയല്ലല്ലോ. എൻ്റെ മുസീബത്ത് എൻ്റെ ദീനിൽ സംഭവിച്ചതല്ലല്ലോ. ഞാൻ നിസ്കരിക്കുന്നുവല്ലോ, നോമ്പെടുക്കുന്നുവല്ലോ, സത്യം പറയുന്നുവല്ലോ, എൻ്റെ നാവ് ദിക്റുണ്ട്, നിനക്ക് ശുക്റുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഞാൻ നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനായിട്ടാണല്ലോ ജീവിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇത് ഏറ്റവും വലിയ പരീക്ഷണമായി മാറുമായിരുന്നു റബ്ബേ. പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുത് ഒരു മനുഷ്യന്റെ ദീനിൽ സംഭവിക്കുന്നതാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധമാക്കിയ അച്ചടക്കമുള്ള വസ്ത്രമിട്ട് നടക്കാൻ തോന്നാതിരിക്കുക. അവർക്കത് പറ്റില്ല. അത് പറയുന്നവരോട് ദേഷ്യം, ആരെങ്കിലും അങ്ങനെ സൂചിപ്പിച്ചാൽ അവരോട് വെറുപ്പ്. അങ്ങനെ തോന്നുന്നത് ഒരു അപകടമാണ്. എന്നോട് നല്ലതല്ലേ പറയുന്നത്, എൻ്റെ ശരീരം എനിക്കെതിരാണ്, അള്ളാഹുവിൻ്റെ ദീനിനെതിരാണ്. എൻ്റെ ശരീരത്തിന് ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഇഷ്ടമാണല്ലോ ഞാൻ നടത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നടത്തേണ്ടത്, ശരീരത്തിൻ്റെ ഇഷ്ടമല്ല. ശരീരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വിരുദ്ധമായിട്ടുള്ളതാകാം. അങ്ങനെയാണ് സംഭവിക്കുക. വഖാലിഫിൻ നഫ്സ والشيطان وعصهما وخالف النفس والشيطان وعصهما وإنهما محضاك النصح فاتهمي. പിശാചും നമ്മുടെ ശരീരവും നമുക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പിശാചിനും ശരീരത്തിനും എതിരായിട്ടാണ് അള്ളാഹുവിന്റെ നിയമത്തെ നമ്മൾ അംഗീകരിക്കേണ്ടത്. അല്ലാമാ ശുറൈഹ് എന്നവര് 4 തവണ അൽഹംദുലില്ല പറയും. ഒരു പരീക്ഷണം വന്നാൽ ഈ പരീക്ഷണം ഇത്രയല്ലേ ആയുള്ളൂ, ആ പരീക്ഷണം ക്ഷമിക്കാൻ ക്ഷമ നൽകിയല്ലോ റബ്ബേ, അൽഹംദുലില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാ. അതിനാണ് അറബിയിൽ ഇസ്തിർജാ എന്ന് പറയാ. ഇസ്തിർജാ എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി പറഞ്ഞു എന്നാ. അങ്ങനെ പറയാൻ തൗഫീഖ് നൽകിയല്ലോ. നാലാമത്തേത്, ഇത് എൻ്റെ ദീനിൽ സംഭവിച്ച പരീക്ഷണമല്ലല്ലോ, അങ്ങനെ ആശ്വസിക്കാൻ എനിക്ക് കഴിയുന്നു എന്ന് മഹാനായ അല്ലാമാ ശുറൈഹുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കത് മാതൃകയാണ്. അല്ലാഹു പരീക്ഷണങ്ങളെ ഈ രീതിയിൽ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മിൻ കുല്ലി ഷൈഇൻ ഇദാ ളയ്യഅതഹു ഇവദു വമാ മിനദ്ദീനി ഇൻ ളയ്യഅത മിൻ ഇവദി. നഷ്ടപ്പെട്ടു പോകുന്ന ഓരോന്നിനും പകരം കിട്ടിയേക്കാം. എന്നാൽ ദീനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, ദീനിനെ, നമ്മുടെ അമല്, നമ്മുടെ അദ്കാറുകൾ, നമ്മുടെ സ്വലവാത്തുകൾ, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടതിന് പിന്നെ പകരം കിട്ടുകയില്ല. അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സഹായം നൽകുന്ന ഒരു ചിന്തയാണ്, ഈ ലോകം നശിച്ചു പോകുന്നതാണ് എന്ന് തീർത്ത് മനസ്സിലാക്കുക. ഈ ലോകം നശിച്ചു പോകുന്ന ഒരു ലോകമാണ്. കാണുന്നില്ലേ, ചെടികൾ ഉണ്ടാകുന്നു, ഉണങ്ങുന്നു, മുളക്കുന്നു, തളിർക്കുന്നു, പിന്നെ ഉണങ്ങിപ്പോകുന്നു. ജീവിതം ഇങ്ങനെയാണ്. ആളുകൾ ജനിക്കുന്നു, വളരുന്നു, വലുതാകുന്നു, മരിച്ചു പോകുന്നു. പുതിയ ചെടികൾ ഓരോ സീസണിലും. മഴക്കാലത്ത് ഇവിടെ ഈ ഒരു വയലിൽ നോക്കൂ, നമ്മൾ ചവിട്ടി നിൽക്കുന്നത് ഉണങ്ങിയ വൈക്കോലാണ്. ഇതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞില്ലേ,
ആലോചിച്ച് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅലമൂ, അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഈ ഭൗതിക ലോകം എന്നാൽ എന്താണ് എന്ന് ചിന്തിക്കണം. എന്താണിത് എന്നറിയണോ? ലൈബുൻ, ഇത് കളിയാണ്, ടൂർണമെന്റുകളാണ്, മത്സരങ്ങളാണ്, കബഡി മത്സരങ്ങൾ, നൈറ്റ്സ്, ടർഫുകൾ. മനുഷ്യൻ ആനന്ദിക്കാനും എന്റർടൈൻമെന്റിനും ഉപയോഗിക്കുന്ന ഒരു ലോകമാണിത്. വലഹുൻ, അനാവശ്യമായി സമയം കളയുന്ന പരിപാടികൾ. വസീനത്തുൻ, മനുഷ്യൻ അലങ്കാരവും കാണിക്കുന്ന, പ്രൗഢി കാണിക്കുന്ന ലോകമാണ്. വതഫാഖുറും ബൈനക്കും, നിങ്ങൾ ഓരോരുത്തരും ഞാനാണ് നിന്നെക്കാൾ മീതെ, എൻ്റെ മക്കൾക്കാണ് നിന്റെ മക്കളെക്കാൾ വരുമാനം, എൻ്റെ വീട്, എൻ്റെ സൗകര്യം നിന്റേതിനേക്കാൾ മീതെയാണ്. ഇങ്ങനെ മനുഷ്യൻ ഒരാൾ മറ്റൊരാളോട് അഹങ്കാരം കാണിക്കുന്ന ലോകമാണിത്. വതകാസുറും ഫിൽ അംവാൽ, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് വരുമാനമുണ്ട്, അവിടെ ഇത്ര സെന്റ് സ്ഥലമുണ്ട്, റോഡരികിൽ ഇത്രതിന് വിലയുണ്ട്, എൻ്റെ വീടിന് ഇത്ര വിലയുണ്ട്. ഇങ്ങനെ മനുഷ്യൻ പേരും പെരുമയും പറയുന്ന ലോകമാണിത്. വല്ലൗലാദ്, എൻ്റെ മക്കള് 2 പേര് ഡോക്ടർ, 3ാമത്തവൻ എഞ്ചിനീയർ, 4ാമത്തവൻ UK പോയി, 5ാമത്തവൻ കാനഡയിൽ പോകാൻ നിൽക്കുന്നു. ഇങ്ങനെ മക്കളെക്കുറിച്ച് പെരുമ പറയുന്ന ലോകമാണിത്. മക്കളെക്കുറിച്ച് പെരുമ പറയാം. ഏതുപോലെ അല്ലാഹു ഉദാഹരിച്ചു തരികയാണ്. ഈ ലോകം ഒരു മഴ പെയ്യുന്ന പോലെ ചിന്തിച്ചു നോക്കൂ. അജബൽ കുഫാർ നബാതുഹു, കുഫാർ എന്നത് കാഫിർ എന്നതിൻ്റെ ബഹുവചനമാണ്. കാഫിർ എന്നതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ദൈവനിഷേധി, പടച്ചോനില്ല എന്ന് പറയുന്നവൻ. 2ാമത്തെ അർത്ഥം കാഫിറിന് കർഷകൻ എന്നർത്ഥമുണ്ട്. കർഷകൻ, കർഷകർക്ക് കാഫിർ എന്ന് പറയും. ആ അർത്ഥത്തിലാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അജബൽ കുഫാർ നബാതുഹു, കർഷകന്മാർക്ക് ആ മഴ പെയ്യുമ്പോൾ അവരുടെ വിളകൾ മുളച്ചു വരുന്നത് കാണുമ്പോൾ സന്തോഷമാകും. സുമ്മ യഹീജു, മഴ പെയ്തു, ഞാറ് ഇട്ട് ആ പുല്ലും കതിരുകളും നെൽവയലുകളെല്ലാം തളിർത്ത് വളരെ റെഡിയായി കായ്ച്ചു നിൽക്കുമ്പോൾ മഞ്ഞ നിറമായി നിങ്ങൾക്കത് മാറുന്നത് കാണാം. ഒന്ന് കാലിലടിക്ക് നോക്കി, വൈക്കോലിന്റെ നിറം എന്താ? മഞ്ഞന്നല്ലേ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിൽക്കുന്നത്. ഇത് പച്ചയായിരുന്നു ഒരു സമയത്തല്ലേ, അതിന് ജീവനുണ്ടായിരുന്നു. ഇവിടെ പക്ഷികൾ വന്നിരുന്നു, അതിൽ നിന്ന് അതിൻ്റെ നെൽമണികൾ അത് മൂപ്പാകും മുമ്പ് തന്നെ കൊത്തിയെടുക്കാൻ വേണ്ടി പ്രാണികളുണ്ടായിരുന്നു. പെസ്റ്റിസൈഡ് ചെയ്തിട്ട് നമ്മളതിനെ ഒഴിവാക്കുന്നതാണ്. ജീവജാലങ്ങളുണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ കൊച്ചു കൊച്ചു വെള്ളത്തിലുണ്ടാകുന്ന ജീവികളുണ്ടായിരുന്നു. ഒക്കെ ഉണങ്ങി. ഫതറാഹു മുസ്ഫറ, മഞ്ഞ നിറമായി മാറിയത് നിങ്ങൾ കാണുന്നില്ലേ? ഇതാണ് ഈ ലോകമെന്ന്. പൈസ ഉണ്ടായിരുന്നു, പത്രാസ് ഉണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു, ആള് മരിച്ചു പോയോലോ, തീർന്നു. എല്ലാം സന്തോഷം നൽകുമെന്ന് വിചാരിച്ചു ജീവിച്ചു, പക്ഷേ ഒന്നുണ്ടായില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തത് കിട്ടി, പടച്ചവന് നൽകിയത് കിട്ടി. പള്ളിക്ക് കൊടുത്തു, മദ്രസക്ക് കൊടുത്തു, ദീനിന് കൊടുത്തു, മുതഅല്ലിമിന്, ആലിമിന്, ദീനി സംഘടനകൾക്ക്, സംവിധാനങ്ങൾക്ക്, അതൊക്കെ കിട്ടി. അല്ലാത്തതോ ഒക്കെ പോയി. ഫതറാഹു മുസ്ഫറ, കഴിഞ്ഞില്ല. സുമ്മ യകൂനു ഹുതാമാ, കാറ്റടിച്ചാൽ പറക്കുന്നത് പോലെ അതിൻ്റെ മുരടറ്റ് വീഴുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലയോ? കാറ്റടിച്ചതൊക്കെ പാറിപ്പോകും. അതിന് കാരണം അതിൻ്റെ റൂട്ടുമായിട്ട്, അതിൻ്റെ വേരുമായുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു പറയാണ്, വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറതും മിനല്ലാഹ്. എന്നാൽ ആഖിറത്തിൽ മനുഷ്യനെ കാത്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അദാബുൻ ശദീദ്, ഭയാനകമായ വേദനയുള്ള ശിക്ഷകൾ അവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ അദാബിൻ്റെ മലക്കുകൾ മാത്രമുണ്ട് റബ്ബിന്. അദാബ് ചെയ്യലാണ് അവരുടെ ജോലി. അവർക്ക് കരുണയില്ല, അവർക്ക് കരച്ചിൽ വരില്ല, അവർക്ക് ശിക്ഷ നടപ്പാക്കലാണ് അവരുടെ ജോലി. വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, പൈസയുടെ പിന്നാലെ മാത്രം ഓടി. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ റോഡരികുകളിൽ എത്രയോ മസ്ജിദുകൾ ഉണ്ടായിരുന്നിട്ട് ഒന്ന് ബൈക്ക് സൈഡാക്കി നിസ്കരിക്കാൻ തോന്നിയിരുന്നില്ല.
മദ്യഷാപ്പുകളും ലഹരികളും കിട്ടുന്നിടത്തേക്ക് മനുഷ്യൻ ഓടുകയായിരുന്നു. എവിടെയാണ് ഡാൻസുകളുള്ളത്, എവിടെയാണ് കാബറെ നൃത്തങ്ങളുള്ളത്, എവിടെയാണ് നിശാ ക്ലബ്ബുകളുള്ളത്, എവിടെയാണ് മ്യൂസിക് നൈറ്റുകളുള്ളത്, എവിടെയാണ് പുതിയ സിനിമകളുള്ളത് എന്നന്വേഷിച്ച് മനുഷ്യന്റെ സ്വകാര്യതയിലും പരസ്യവും പുറത്തിറങ്ങി നടന്നിട്ടും തിന്മകളുടെ പിന്നാലെ ഓടി നടന്നവരെ കാത്തിരിക്കുന്നത് അദാബുൻ ശദീദ്. എന്നാൽ ഇപ്പുറത്ത് നന്മ ചെയ്ത് ജീവിച്ചവർക്കോ വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹു നൽകുന്ന പാപമോചനവും. മുഅ്മിനീങ്ങളാണ്, പക്ഷേ തെറ്റുകൾ സംഭവിച്ചിരിക്കാം. അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹു അഫൂവാണ്, ഗഫൂറാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അത് റമദാനിൽ മാത്രം ചൊല്ലാനുള്ള ദിക്റല്ല, റമദാൻ കഴിഞ്ഞാലും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണത്. എപ്പോഴും ചൊല്ലാം. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനല്ലേ. ഇന്നക അഫൂവുൻ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ. ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ച ചോദ്യമാണത്. നബിയെ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്കറിയാൻ ഒരു തൗഫീഖ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? ഖൂലീ ഇന്നക അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനല്ലേ, മാപ്പ് നൽകുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ റബ്ബേ. ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണമേ. ഇത് അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കാം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പ്രത്യേകിച്ചും ചോദിക്കണം. അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. വറിദ്വാനും മിനല്ലാഹ് വറിദ്വാൻ വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ. അല്ലാഹുവിൻ്റെ പൊരുത്തം. അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടട്ടെ. പൊരുത്തപ്പെടാന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, എനിക്ക് മനസ്സിന് നല്ല പൊരുത്തായി, എനിക്ക് ഇഷ്ടമായി, എനിക്ക് പൊരുത്തപ്പെട്ടു. അത് അല്ലാഹു നമ്മളോട് പടച്ചവന് തോന്നണം. അല്ലാഹു അങ്ങനെ നമ്മൾ അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നിട്ട് അല്ലാഹു സൂറത്തുൽ ഹദീദിലെ ഈ ആയത്തിന്റെ അവസാനം നോക്കൂ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകം വഞ്ചിക്കുന്ന ഒരു ലോകമാണ്, വഞ്ചിക്കുന്ന ലോകം. സൗഹൃദങ്ങൾ വഞ്ചനയായി മാറും, പരിചയങ്ങൾ വഞ്ചനയായി മാറും. സമ്പത്ത് കിട്ടിയാൽ അതുകൊണ്ട് മനുഷ്യൻ വഞ്ചിതനാകും. സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വഞ്ചിക്കപ്പെടും. എന്താ വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും. നമ്മളതിൽ മതിമറന്നു പോകും. ഇതാണ് എല്ലാമെന്ന് തോന്നിപ്പോകും. പക്ഷേ അതിലൊന്നുമില്ലെന്ന് മനുഷ്യന് പിന്നീട് ബോധ്യപ്പെടും. എന്താണ് ഖുർആനിന്റെ വാക്കുകളുടെ ഈ മനോഹാരിത!